കാനഡയിലെ ടൊറന്റോയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് നിത്യജീവിതത്തിന്റെ ഭാഗമാണ് സബ്വേ അഥവാ കൊച്ചിക്കാർ കാത്തുകാത്തിരിക്കുന്ന മെട്രോ റെയിൽ. ഹലോ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞാനാ, അജയ്. അജയ്, സുഖം തന്നെ. ലാൻഡ് ചെയ്തിട്ട് ഒരു വിവരമില്ലല്ലോ. എന്താ പെട്ടെന്നൊരു സ്നേഹം? എന്ത് പറയുന്നു? അതെ ഭായ്, നാളെ രാവിലെ 9 മണിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഡൗൺ ടൗണില്. എന്നെ ഒന്ന് അവിടെ വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ. അതുകൊണ്ടാ. എടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ രാവിലെ സബ്വേയിലോട്ട് വാ. എന്നിട്ട് ഞാൻ രാവിലെ പിള്ളേരെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡൗൺ ടൗണിൽ പോവാം. ഓക്കെ, അപ്പൊ രാവിലെ കാണാമോ? ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ശരി, നാളെ സഭയിൽ വെച്ച് കാണാം. താങ്ക് യു. എടാ, ഞാൻ സബ്വേയുടെ പാർക്കിങ്ങിലാ. നീ എവിടെ? ഞാനിതിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ. എടാ, ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ഉണ്ട്, പാർക്കിങ്ങില്. ഇതിന് മുന്നിലൊരു ടൊയോട്ടോ കൊറോള കാർ കിടക്കുന്നുണ്ടോ? ഞാൻ അതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എടാ, കൊറോള കാണുന്നുണ്ട്, നിന്നെ കാണുന്നില്ലല്ലോ. എവിടെയാ? എടാ, ആ കാർ ഒരുത്തിന് എടുത്തോണ്ട് പോകുന്ന കണ്ടോ? ആ കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എടാ കോപ്പ, നീ എവിടെ നിൽക്കുവാണ്? നിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുവാ കാണുന്നത്? ഇവിടെ കുറെ വലിയ കെട്ടിടങ്ങൾ കാണാം. എടാ മണ്ടൻ കോണാപ്പി, കാനഡയിൽ എവിടെയാടാ വലിയ കെട്ടിടങ്ങൾ കാണാത്തത്? നീ ഏത് സബ്വേയിലാ? ഇവിടെ വലത്ത് സൈഡിൽ ഒരു വാൾമാർട്ട് കാണാം. വാൾമാർട്ടോ? ഞാൻ അങ്ങനെ ഒരു സംഭവമേ കാണുന്നില്ലല്ലോ ഇവിടെ. അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരട്ടെ. എടാ, നീ മെസ്സേജ് ചെയ്തേക്ക്. ഇപ്പൊ അതാ സൗകര്യം. ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈയിലാ നമ്മുടെ കളി. ഇപ്പോഴാ അവന്റെ വാട്സാപ്പ്. എന്തായാലും എടുക്കല്ലേ, കിടക്കട്ടെ ഒരു 4-5 എണ്ണം. ദൈവമേ, ഈശ്വര, ഇങ്ങനെ എത്ര സഭകൾ കയറി ഇറങ്ങിയാലാ കാനഡയിൽ ഒന്ന് ക്ലച്ച് പിടിക്കുക.